ഹായ് ഓൾ, ഞാൻ അനുദീപ്. ഇന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ പ്രിലിംസ് പേപ്പർ 1 രാവിലെയും പേപ്പർ 2 ഉച്ചയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പർപ്പസ് പ്രധാനമായും ഈ കഴിഞ്ഞ പരീക്ഷയുടെ ഒരു ട്രെൻഡ് അനാലിസിസ്, അല്ലെങ്കിൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു, ഈസി ആയിരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യലാണ്. പിന്നെ ഒരു കട്ട് ഓഫ് ഏകദേശം എത്ര വരും നമുക്കൊന്ന് ചർച്ച ചെയ്യണം. കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പക്ഷെ കട്ട് ഓഫ് നിരീക്ഷണം നമുക്ക് നടത്താൻ സാധിക്കും. എത്ര മാർക്കിന് മുകളിലുള്ളവർ പഠിച്ചുറങ്ങണം, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇതിനേക്കാളൊക്കെ പ്രധാനം അർഹിക്കുന്നത് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള കൃത്യമായ സൂചന ഇന്ന് നടന്ന പരീക്ഷകൾ സംഭവിച്ചിട്ടുണ്ട്. PSCയുടെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ഒരു മെച്ചുവേർഡ് സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു പുതിയ യുഗത്തിലേക്കൊക്കെയാണ് PSC LSGS സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രിലിംസിന് ശേഷം കടന്നത്. അടിപൊളി ചോദ്യപേപ്പർ, ക്യാൻസലേഷൻ കുറവുള്ള രീതിയിലുള്ള ചോദ്യം ഫ്രെയിമിംഗ്. അപ്പൊ അതിന്റെ ഒരു മെച്ചുവേർഡ് വെർഷൻ ആണ് ഇന്നത്തെ ചോദ്യപേപ്പറിൽ കണ്ടുള്ളത്. ഇപ്പൊ എങ്ങനെയാണ്, എവിടുന്നാണ് ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങളുടെ തലച്ചോർ ട്യൂൺ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ ഇപ്പൊ നമ്മുടെ ബാച്ചസിന് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം അസോസിയേറ്റഡ് ഫാക്ടുകൾ സഹിതം ഇന്നത്തെ PDF ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ദയവായി ഈ PDF ഡൗൺലോഡ് ചെയ്ത് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ കാര്യം ഒരു ബേസിക് അനാലിസിസ് ആണ് ഈ പരീക്ഷയെ സംബന്ധിച്ചുള്ളത്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ, ഇന്നലെ ഞങ്ങളുടെ ബാച്ചസ് നടത്തിയ സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പേപ്പർ 1 കണ്ട് പേടിച്ച് ഉച്ചയ്ക്ക് വീട്ടിൽ പോകല്ലേ, പേപ്പർ 2 അറ്റൻഡ് ചെയ്തിട്ടേ വീട്ടിൽ പോവാവൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, പേപ്പർ 1 ഒരു ഡിഫിക്കൽട്ട്, നിങ്ങൾ ടഫ് എന്നുള്ള രീതിയിൽ എക്സാം ഹോളിൽ വിലയിരുത്തപ്പെടുന്ന ഒരു പേപ്പറാണ്. ടൈം മാനേജ്മെന്റ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട കണ്ണി. വലിയ വലിയ ചോദ്യങ്ങളാണ്. ആ ചോദ്യം കൊണ്ട് പേടിച്ച് വിഭ്രാന്തി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷേ നാക്കിൽ എലിമിനേഷൻ ടെക്നിക്സും ആഴത്തിലുള്ള പഠനവും ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പേപ്പറേ ഉള്ളൂ പേപ്പർ 1. പക്ഷേ അതൊരു ടഫ് ലെവലിലാണെന്ന് എക്സാം ഹോളിലെ അനുഭവത്തിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പേപ്പർ 2 ഒരു മോഡറേറ്റ് ലെവൽ മാത്രമായിരുന്നു. രാവിലത്തെ പരീക്ഷയുടെ അത്ര ഡിഫിക്കൽട്ടി ഇല്ല ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയിൽ. കമ്പൈൻഡ് ആയിട്ടാണല്ലോ അവർ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് ഇറക്കിയത്. അപ്പൊ ആദ്യത്തെ പേപ്പർ കണ്ട് പേടിച്ച് വീട്ടിൽ പോയ ആൾക്കാരൊക്കെ രണ്ടാമത്തെ പേപ്പർ കാണുമ്പോൾ റിഗ്രറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ മുതലേ എന്റെ ക്ലാസ്സൊക്കെ ഞാൻ പറയുന്നത്, ദയവായി കണ്ട് പേടിക്കരുത്, രണ്ടാമത്തെ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോകാമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ രണ്ടാമത്തെ പേപ്പർ ഈസി ആയിരുന്നു, അങ്ങനെ നമുക്ക് പറയാം. കമ്പൈൻഡ് കട്ട് ഓഫ് ആണ്. പിന്നെ നിങ്ങൾ അന്യഗ്രഹ ജീവികളുമായിട്ടല്ല മത്സരിക്കുന്നത്. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ മറ്റൊരാൾക്കൊന്ന് ഡിഫിക്കൽട്ട് ആയിരിക്കും. മനുഷ്യന്മാരുമായിട്ട്, കേരളത്തിലെ ജനങ്ങളുമായിട്ടാണ് നിങ്ങൾ മത്സരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷ്, മലയാളം എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റുകൾ ഒരു നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സ് ആയിരുന്നു. ഇംഗ്ലീഷും മലയാളവും ഒക്കെ വലുതായിട്ട് ബുദ്ധിമുട്ടിച്ചില്ല. മാത്സ് നമുക്ക് ആൻസർ ചെയ്യുന്ന രീതി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പേപ്പർ 2 നല്ല രീതിയിൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് പേപ്പർ 1 കുറച്ച് മാർക്ക് കുറഞ്ഞാലും പേപ്പർ 2 ഉപയോഗിച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഈവൻ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോലെയുള്ള സാധാരണ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥി ആണെങ്കിൽ പോലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പേപ്പർ 2 സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ 10-15 ചോദ്യങ്ങൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പേപ്പർ 2. പേപ്പർ 1 സ്ഥിരമായി PSC ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് ഇത് പ്രോപ്പറായി പോയ ആൾക്കാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ വലിയൊരു എഡ്ജ് കിട്ടും. ഇനി ഞാൻ പറഞ്ഞ കുറച്ച് ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ഓഫിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താം. എന്ന് ഞാൻ പറയുന്നു, ആഴത്തിലുള്ള പഠനം അത് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ സ്മാർട്ട് വർക്ക് ചെയ്യാനും പഠിക്കണം. ഇന്നത്തെ പരീക്ഷയുടെ പേപ്പർ അത്തരത്തിലുള്ള ഒരു സിവിൽ സർവീസ് പ്രിലിംസിന്റെ നിലവാരത്തിലുള്ള, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എലിമിനേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ കറക്കിക്കുത്തൽ എന്നൊക്കെ പറയുന്ന പരിപാടികൾ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് ഇന്ന് കഴിഞ്ഞ KAS പേപ്പർ 1, പേപ്പർ 2. ഈ ഒരു ചോദ്യം ജസ്റ്റ് നോക്കിയേ. പ്രസിഡന്റിന്റെ അധികാരങ്ങളെ സംബന്ധിച്ച് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്തെന്നാണ് ചോദ്യം. പ്രസിഡന്റിന് എന്നല്ല, ഇന്ത്യയിലെ ഒരു മനുഷ്യനും ആബ്സല്യൂട്ട് പവർ ഇല്ല. കാരണം ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പർപ്പസ് തന്നെ ആർക്കും ആബ്സല്യൂട്ട് പവർ കൊടുക്കാതിരിക്കും. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം, എല്ലാവരും അതിന് താഴെയുള്ളൂ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യം അതാണ്. അപ്പൊ വെറും കോമൺ സെൻസ് ആണ് ഇതിന്റെ ഉത്തരം. C തെറ്റാണെന്നുള്ളത് വെറും കോമൺ സെൻസ് ആണ്. പ്രസിഡന്റിന് ഇൻഫീരിയർ ഓഫീസേഴ്സിന് അപ്പോയിന്റ് ചെയ്യാൻ ആബ്സല്യൂട്ട് പവർ ഒന്നും ഇല്ല. അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് നിങ്ങളൊക്കെ തന്നെയാണെങ്കിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പവർ ടു സമ്മൺ പാർലമെന്റ്, പ്രൊറോഗ് ചെയ്യാൻ, വിളിച്ചു കൂട്ടാൻ, പിരിച്ചുവിടാം. പാർഡറിംഗ് പവർ, പവർ ടു അപ്പോയിന്റ് മിനിസ്റ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോയിലൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് പാർഡറിംഗ് പവറിനെ പറ്റി. അപ്പോ ഇങ്ങനെ വേണം ഇതിന്റെ അപ്രോച്ച്. കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, എനിക്കൊരു സമാധാനം കിട്ടി. എന്തിനാണ് ഇത്ര ഇൻഡെപ്തിൽ പഠിപ്പിക്കുന്നത് എന്നുള്ള ഇപ്പോഴും അപൂർവമായാലും ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഒന്ന് നിന്ന് കിട്ടും. ബിക്കോസ് നമ്മുടെ ക്ലാസ് വളരെ ഇൻഡെപ്തിലാണ്. യൂട്യൂബിലായിക്കോട്ടെ, ഫ്രീ ക്ലാസ്സസ് ആയിക്കോട്ടെ, നമ്മുടെ അഫോർഡബിൾ ബാച്ചസിലായിക്കോട്ടെ എടുക്കുന്നത്.
ഇപ്പൊ ഈ ഒരു വർഷം മുമ്പ് ചെയ്ത ഈ വീഡിയോയിൽ നിന്ന് ഈ പോയിന്റുകളെല്ലാം നമുക്ക് കിട്ടും. എമർജൻസി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള നല്ലൊരു ചലഞ്ചിങ് ചോദ്യമായിരുന്നു. ഇപ്പൊ സ്ഥിരമായി എമർജൻസി അല്ലെങ്കിൽ അമെൻമെന്റ്, പ്രിയാമ്പിൾ, ബേസിക് സ്ട്രക്ചർ, ഈ 4 ടോപ്പിക്സും സ്ഥിരമായ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ കുറച്ചൊരു ആഴത്തിൽ ഇറങ്ങി സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ്. ഇതാണ് ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട്. ഇത് ദയവായി ഈ വീഡിയോ കണ്ട് പഠിക്കുക. ഇനി വരെ വന്ന ഡിഗ്രി ലെവൽ സെക്കൻഡ് സ്റ്റേജ് ആയിക്കോട്ടെ, ഇനി മെയിൻസ് എക്സാംസ് വരാൻ പോകുന്നു അതിനായിക്കോട്ടെ, അമെൻമെന്റ് ഒരു ഹോട്ടസ്റ്റ് ഓഫ് ദ ഹോട്ട് ഏരിയ ആണ്. അത് കൃത്യമായി പഠിക്കുക. അതിനോടൊപ്പം എമർജൻസി, അടിയന്തരാവസ്ഥ എന്ന് ഈ ടോപ്പിക് കൃത്യമായി പഠിക്കുക. ഇതൊക്കെ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ മറ്റ് സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററി ചലഞ്ചിങ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. വേൾഡ് ഹിസ്റ്ററിയിലെ എല്ലാ ചോദ്യങ്ങളും ഞാൻ പഠിപ്പിച്ചെന്ന് പറയുന്നില്ല, പക്ഷെ റാങ്ക് കിട്ടാൻ നിങ്ങൾക്ക് ആവശ്യം വേണ്ട ചോദ്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കാര്യം 100 ചോദ്യങ്ങൾ 100 ചോദ്യം ഒന്നും ഒരിക്കലും ഒരു ബാച്ചിലും പഠിപ്പിച്ചു തീർക്കാൻ ഒക്കത്തില്ല. പക്ഷേ നമുക്ക് ആഴത്തിലുള്ള അറിവുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാളും നോളജ് ഗെയിൻ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. ഈ വർഷത്തെ ഈ പ്രിലിംസിനകത്ത് കേസിനകത്ത് മുഴങ്ങിക്കേട്ട പുതിയ ചില വാക്കുകളാണ് ബൾക്കൻ വാർ അല്ലെങ്കിൽ ഓട്ടോമാൻ എംപയറിന്റെ പതനം, മേജി റീസ്റ്റോറേഷൻ. ഇതൊക്കെ നമ്മൾ വർഷങ്ങളായി ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്സ് തന്നെയാണ്. ഈ പ്രാവശ്യം അത് പരീക്ഷയിൽ ചോദ്യത്തിന്റെ രൂപത്തിൽ വന്നേ ഉള്ളൂ. ക്യൂബൻ മിസൈൽ ക്രൈസിസ് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ആഴത്തിൽ ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാണ്, പഠിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ഒരു ഡിഗ്രി ലെവൽ ജോലി എന്ന് പറയുമ്പോൾ ഇപ്പൊ ശമ്പള പരിഷ്കരണമൊക്കെ വന്നു കഴിയുമ്പോൾ അത്രയും നല്ലൊരു കരിയറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അവിടെ കുറച്ച് ബുദ്ധിമുട്ടി ഒന്ന് പഠിക്കുന്നൊരു തെറ്റില്ല. അപ്പൊ കറക്കി കുത്തിയാൽ മാത്രം പോരാ, ഇൻഡെപ്ത് നോളജ് നമ്മൾ ഗെയിൻ ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഈ പരീക്ഷ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഈ ഒരു ചോദ്യം യൂട്യൂബിലായിക്കോട്ടെ, ടെലിഗ്രാമിലായിക്കോട്ടെ, നമ്മുടെ ബാച്ചസിലായിക്കോട്ടെ, ഇത്രയും ആഴത്തിൽ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ തീംസ് വെച്ച് തന്നെയായിരിക്കും നമ്മൾ ഉള്ള മറുപടി കൊടുക്കുക. വളരെ സന്തോഷകരമായിരുന്നു. ഇത് ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിന്റെ സ്ക്രീൻഷോട്ട്സ് ആണ്. വിശദമായിട്ട് നമ്മൾ ക്വാളിറ്റി ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യമൊക്കെ വെർബാറ്റം ചോദിച്ചതാണ്. കണ്ടോ, 20ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് വാസ് ദ പ്രൈമറി ഗോൾ ഓഫ് നിവർത്തൻ അജിറ്റേഷൻ? ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ KASന്റെ സ്പെഷ്യൽ മൊഡ്യൂൾ ടെസ്റ്റ് സീരീസിൽ ചോദിച്ചിട്ടുള്ളതാണ്. നിവർത്തൻ അജിറ്റേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത്? വെർബാറ്റം കൃത്യമായി വന്നിട്ടുണ്ട്. ഇതൊരു ഈസി ചോദ്യമാണ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മുമ്പ് കണ്ടതുപോലെയുള്ള ഡിഫിക്കൽട്ട് പോർഷൻസും നമ്മൾ പഠിച്ചിട്ട് പോകണം. സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന കോമൺ തീംസ് പഠിച്ചിട്ട് പോകണം. അല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്സ് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതി ഇരിക്കില്ല. നമ്മൾ 360 ഡിഗ്രിയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ. കൂടുതൽ ഡെപ്തിൽ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് മിസ് ചെയ്യും. സോ സ്ഥിരമായി PSC ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക്സിന്റെ റിലവൻസ് അന്നും ഇന്നും അതിഭീകരമാണ്. അതിനോടൊപ്പം PSC ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളുണ്ട്. ഇപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെ. ഇപ്പൊ ബൾക്കൻ വാർ ഇനി സ്ഥിരം തീമാവും. എന്തുകൊണ്ടാണ് ബൾക്കൻ വാർ ഞാൻ ക്ലാസ് പഠിപ്പിച്ചേ? ബൾക്കനൈസേഷൻ അല്ലെങ്കിൽ ബൾക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഉക്രൈൻ യുദ്ധം ഇല്ലേ, അതിന് മുൻഗാമിയായിരുന്നു ഇത്. പെട്ടെന്ന് തീരുമെന്ന് പറഞ്ഞ് ആരംഭിച്ച ഒരു യുദ്ധമായിരുന്നു ഈ ബൾക്കൻ യുദ്ധം എന്ന് പറയുന്നത്. ഇത് റഷ്യ ഇൻവോൾവ്. പക്ഷെ നീണ്ടങ്ങ് പോയി. ഇപ്പൊ ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിന് തന്നെ തകർച്ചയ്ക്ക് അത് കാരണമായി. ഇപ്പോ നടക്കുന്ന ഉക്രൈൻ യുദ്ധത്തിന്റെ അനാട്ടമിയും ബൾക്കൻ യുദ്ധത്തിന്റെ അനാട്ടമിയും ഭയങ്കര സിമിലറാണ്. അപ്പോ അതുകൊണ്ട് കറണ്ട് അഫയർ റിലവൻസ് ഉള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് ഈ പ്രാവശ്യം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് വന്നില്ല, ഒക്കെ സാരമില്ല. പക്ഷെ KASന് വന്നല്ലോ. അപ്പൊ ഇത് ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും വരും. അപ്പൊ ആ ഒരു മെന്റാലിറ്റി, ഒരു എന്താ പറയാ, മാക്സിമം നോളജ് ഗെയിൻ ചെയ്യണം എന്നുള്ള മെന്റാലിറ്റി ഇവിടെ നമ്മൾ പഠിക്കാം. പഠിക്കുന്നു നമുക്ക് വേസ്റ്റ് ആവില്ല. അത് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇതൊരു നല്ലൊരു ചലഞ്ചിങ് ചോദ്യമായിരുന്നു അല്ലെ. കേരള എഡ്യൂക്കേഷൻ ബിൽ. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസിൽ കവർ ചെയ്തിട്ടുള്ളതാണ് ഈ ചോദ്യങ്ങളൊക്കെ. ഇതിന് വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആഴത്തിലിറങ്ങി പഠിക്കണം. പഠിക്കാതെ നമുക്ക് ഇനിയുള്ള ഡിഗ്രി ലെവൽ എക്സാംസിൽ രക്ഷപ്പെടാൻ ഒക്കില്ല. 10th പ്ലസ് 2 എക്സാംസ് ഈ ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ വീഡിയോ അവസാനം എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ. മലയാളത്തിൽ പഠിക്കരുത്. എനിക്ക് പറയുന്നതിന് വിഷമമുണ്ട്, പക്ഷേ മലയാളത്തിൽ നിങ്ങൾ ചോദ്യം വായിക്കാൻ തീരുമാനിക്കുകയാണ്. മലയാളത്തിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ അത് പണി പാളുന്ന ഏർപ്പാടാണ്. ഈ ചോദ്യം നോക്കൂ. ഇംഗ്ലീഷിലെ ചോദ്യമാണ്. രുദ്രമനെ പറ്റിയുള്ള ചോദ്യമാണ്. അദ്ദേഹം ജുനഗർ ഇൻസ്ക്രിപ്ഷന്റെ പേരിലാണ് ഫേമസ് ആയിട്ടുള്ളത് എന്നാണ് ഇംഗ്ലീഷിലെ സംഭവം. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കിടക്കുന്നുണ്ടോ? ജുനഗഡ് ലിഖിത എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഇതിന്റെ പേരിലാണ്, അല്ല അദ്ദേഹം അറിയപ്പെടുന്നതല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അല്ലെങ്കിൽ ശരിയാണെന്ന് ഇരിക്കട്ടെ, ശരിയോ തെറ്റോ ആയിക്കോട്ടെ. ഇത് ഇംഗ്ലീഷിലെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിലായിരിക്കും ആൻസർക്ക് ഇടുന്നത്.
നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണം, വൊക്കാബുലറി പഠിക്കണം, എല്ലാം പഠിച്ചിട്ടാണ് PSC എക്സാം എഴുതാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് GK ടോപ്പിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഒരു ആഘോഷം? അത് സൈക്കോളജിക്കലാണ്. നല്ല ലെവലിലാണ്, ഡിഗ്രി ലെവൽ ഇംഗ്ലീഷിൽ നിന്ന് ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ ചോദിക്കുന്നത്. അത് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ, GK ചോദ്യങ്ങൾ വായിച്ച് ചെയ്യാവുന്നത് മനസ്സിന്റെ മാത്രം പ്രശ്നമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് അമർഷമുണ്ട് ആ ഒരു കാര്യത്തിൽ. ഇപ്പോഴും മലയാളത്തിലെ ഡിഗ്രി ലെവൽ എക്സാംസ് പഠിക്കൂ, അപ്പൊ പിന്നെ 10th പ്ലസ് ടുവിന് യൂസ്ഫുൾ ആവുമല്ലോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. യൂസ്ഫുൾ ആവും, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഡിഗ്രി ലെവലിൽ പഠിക്കാനും അതിന്റെ ഒരു മെന്റാലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളുടെ 10th പ്ലസ് ടുവിലെ ക്ലാസ്സുകൾ പച്ച മലയാളത്തിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ മലയാളത്തിൽ പഠിപ്പിച്ചിട്ട് ഇംഗ്ലീഷിൽ നോട്ട് തന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ട്രെയിനിങ് ആണ് തരുന്നത്. മറ്റേതിന്റെ അത്ര എളുപ്പപ്പണിയല്ല, ഇത് എനിക്കറിയാം. പക്ഷെ ഒരു മാസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാക്കിലേക്ക് വരാൻ സാധിക്കും. ഡിഗ്രി ലെവൽ സ്വപ്നം കാണുന്ന ആൾക്കാർ ഉറപ്പായും ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണിത്. വലിയ മല മറിക്കുന്ന പരിപാടിയല്ല, ഇറ്റ്സ് സോ സിമ്പിൾ, ഒരു മൈൻഡ് ഗെയിം മാത്രമാണ്. ഇനി അടുത്തതാണ് പല ആൾക്കാരുടെയും ചോദ്യം, കട്ട് ഓഫ് എത്ര വരും? കട്ട് ഓഫ് എന്ന് പറയുന്നത് പല പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ വർഷം വേക്കൻസീസ് കുറവാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഒരു അനുഭവം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം 90+ എന്തോ മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫിനേക്കാൾ 20 മാർക്കോളം ഏകദേശം എനിക്ക് തോന്നുന്നു അത്രയും എക്സ്ട്രാ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചത് കട്ട് ഓഫ് കൂടും എന്ന് പറഞ്ഞിട്ട് പ്രിലിംസ് കഴിഞ്ഞിട്ട് ചുമ്മാ കറങ്ങി നടന്നു, ഒന്നും പഠിച്ചില്ല. പ്രിലിംസിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് മാത്രം എന്റെ ഫ്രണ്ട്സിനൊക്കെ പറ്റി, ഫ്രണ്ട്സും എല്ലാവരും പ്രിലിംസ് പാസ്സാവുന്നത്. എന്നെ പാസ്സാവുമെന്ന് വിചാരിക്കുന്നില്ല, ഭയങ്കര കട്ട് ഓഫ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതിന് പിന്നുള്ള 2 മാസം മാത്രമാണ് മെയിൻസിന് വേണ്ടി നമ്മൾ പഠിച്ചത്. 2 മാസം കൊണ്ട് കേരള ഫാക്ടറിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മെയിൻസ് പൊട്ടി. ആ അബദ്ധം ആരും കാണിക്കരുത്. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം 80+ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻസിന് പഠിച്ച് തുടങ്ങുക. കഴിഞ്ഞ പ്രാവശ്യം 77 എന്തോ ആയിരുന്നല്ലോ കട്ട് ഓഫ്. കാരണം ഇവിടെ പേപ്പർ 1 കഴിഞ്ഞ വർഷത്തേക്കാൾ ഡിഫിക്കൽട്ട് ആയിരുന്നു. പേപ്പർ 2 തീരെ ഈസി എന്ന് പറയാൻ പറ്റില്ല. 100 മാർക്കിന് മേലിലുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് റൈറ്റ് അവേ സ്റ്റാർട്ട് ചെയ്യണം. ഈ 80 മാർക്കിന് മുകളിലുള്ളവർ പഠിച്ചു തുടങ്ങാന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പഠിക്കുന്ന പോർഷൻ തന്നെ ഒന്ന് ഇതിനല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് യൂസ്ഫുൾ ആവുമല്ലോ. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സബ് ഇൻസ്പെക്ടർ, അല്ലെങ്കിൽ അടുത്ത വർഷം കമ്പനി ബോർഡിന് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പൊ പഠനം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഷോർട്ട് കട്ട്. പക്ഷെ നിങ്ങൾക്ക് 100 മാർക്ക് കൂടുതലുണ്ടെങ്കിൽ മെയിൻസ് ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറയുള്ളൂ. ഇത് കട്ട് ഓഫ് പ്രിഡിക്ഷൻ ആയിട്ടൊന്നും ആരും വ്യാഖ്യാനിക്കേണ്ട. കട്ട് ഓഫ് പ്രിഡിക്ഷൻ ഞാൻ നടത്താറില്ല. പക്ഷേ എന്റെ അനുഭവത്തിൽ എനിക്ക് പറ്റിപ്പോയ ഒരു പാളിച്ച നിങ്ങൾക്ക് ആർക്കും പറ്റരുത്. അന്ന് നമ്മൾ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. യഥാർത്ഥ കട്ട് ഓഫ് ഞങ്ങൾ അന്ന് വിചാരിച്ചത് 100-110 ആവുമെന്നായിരുന്നു. പക്ഷെ വന്നപ്പോഴത്തേക്കും ഭയങ്കര കുറവ് കട്ട് ഓഫ് ആയിരുന്നു. കുറച്ച് ആൾക്കാർ ഈ പരീക്ഷ എഴുതുന്നുള്ളൂ. മനസ്സിലായല്ലോ? സോ പ്രിലിംസ് ആണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകം. മെയിൻസ് ഈസി ആയിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഔട്ട് ആകുന്നത് പ്രിലിംസിലാണ്. പക്ഷെ മെയിൻസ് ഒന്ന് പഠിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ പ്രിലിംസ് വന്നതിന് ശേഷമാണ് നിങ്ങൾ മെയിൻസ് പഠിക്കാതിരിക്കുന്നെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല മക്കളെ. റൈറ്റ് അവേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കിത് പറയാനുള്ളത്, പ്രധാനമായും സ്ട്രീം 2 and 3 നിങ്ങളുടെ അവസരങ്ങൾ മറ്റുള്ളവരെക്കാൾ അതിഭീകരമാണ്. മറ്റുള്ളവർ ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ അവസരം. അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായി നമുക്ക് അടുത്തൊരു 10, 25, 30 വർഷം കൊണ്ട് കിട്ടേണ്ട പ്രൊമോഷൻ നിങ്ങൾക്ക് ഒറ്റയടി കിട്ടും. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ഔട്ട് ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ കട്ട് ഓഫ് സ്ട്രീം 1ന്റെ മാത്രമാണ്. സ്ട്രീം 2ന്റെയും 3യുടെയും കട്ട് ഓഫ് ഇതിനേക്കാൾ വളരെ വളരെ കുറവാനാണ് സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ. ഈ ഒരു നിരീക്ഷണത്തിന്റെ ബേസിസിൽ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. ഓക്കെ, ഞങ്ങളുടെ ബാച്ചസിനെ പറ്റി, ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ മറ്റ് ബാച്ചസിനെ പറ്റി അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മെന്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം. ഡെമോ ക്ലാസ്സുകൾ വിശാലമായിട്ട് കാണാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ മെയിൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ KS മെയിൻസിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ എക്സാമിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഒബ്സർവേഷൻ, വാല്യുബിൾ ആയ ഒബ്സർവേഷനും കമന്റ് ചെയ്യാം. താങ്ക് യു, ബൈ.